ദൈവം ഇത്രത്തോളം കാര്യങ്ങൾ നമ്മളൊക്കെ കാണിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം. ഞാൻ ബ്രദർ വായിച്ചൊരു വാക്യം, സങ്കീർത്തനത്തിലെ ഒരു വാക്യം, നിങ്ങൾ തുടങ്ങിയപ്പോൾ സങ്കീർത്തനം 25:8 ഒരു വാക്യം ഞാൻ വായിച്ചത് ശ്രദ്ധിക്കുകയായിരുന്നു. If you can read that verse, 25 verse 8. Can you just imagine the love of the Lord? ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പറഞ്ഞ പോലെ ബൈബിൾ ട്രാൻസ്ലേഷൻ ആണെങ്കിലും മിഷണറീസ് ആണെങ്കിലും ചർച്ച് ആണെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ദൈവത്തിൻ്റെ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളൊരു കാര്യം, ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വായിച്ചത്. ദാറ്റ് ഗോഡ് ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ അസ്. ദൈവം നമ്മളിൽ നിന്നും വളരെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ എത്രമാത്രം കംഫോർട്ട് സോണിലാണ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ ആക്ച്വലി കൊള്ളാമായിരുന്നു. കാരണം നമ്മളൊക്കെ ആയിരിക്കുന്ന കംഫോർട്ട് സോണിൽ നിന്നും ഒത്തിരി വിഭിന്നമായിട്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതായിട്ടൊരു കാര്യം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ ആക്റ്റീവായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് മനസ്സ് വെക്കാം. അക്കോർഡിംഗ് ടു അവർ കേപ്പബിലിറ്റീസ് ദൈവം ധാരാളം നമ്മളെ സഹായിക്കട്ടെ. ജസ്റ്റ് വാണ്ട് ടു റീഡ് എ വേഴ്സ് ഫ്രം Acts chapter 9 verse 4. 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. Acts chapter 9 verse 4. Saul, Saul, why are you persecuting me? ഞാൻ ആ വാക്കിലോട്ട് മടങ്ങി വരാം. പക്ഷേ നമുക്ക് ആ സാഹചര്യം അറിയാം. ശൗലിനോട് അപ്പോസ്തലനായ പൗലോസ് ആകുന്ന ശൗൽ അതിനു മുമ്പ് ദൈവസഭകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശൗലേ ശൗലേ, സോൾ സോൾ, why are you persecuting me എന്ന് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ വായിച്ചത്. ഞാൻ ഈ പ്രിയ സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും കഴിഞ്ഞ ചൊവ്വാഴ്ചയും നമ്മുടെ മധ്യയിലുണ്ടായിരുന്ന ദൈവവചനമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുമൊക്കെയുള്ള ഒരു കാര്യം, കർത്താവേ നിൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ, കർത്താവേ നിൻ്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ, കർത്താവേ നിൻ്റെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും ഞങ്ങളെ അനുസരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, കർത്താവെ സന്തോഷത്തോടെ അത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ. ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നത്. അപ്പം അതിനകത്തു നിന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുക എന്നുള്ളൊരു കാര്യം, നോ ദ ലോഡ് എന്നുള്ളൊരു കാര്യം, കർത്താവിനെ അറിയുക എന്നുള്ളൊരു കാര്യം. നമ്മൾക്ക് ജ്ഞാനം പരിജ്ഞാനം ഒക്കെ നമ്മളെ മനസ്സിലാക്കേണ്ടത് അറിയുക എന്നുള്ളൊരു വേർഡാണ്. അപ്പോൾ നമുക്ക് അറിയുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് പലരും അറിയാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഏഞ്ചലിനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലി ഐ നോ ഹെർ നെയിം, ഐ നോ ഹെർ ഫാമിലി, ഐ നോ വേർ ഷീ ലീവ്സ്, ഐ നോ വിച്ച് സ്റ്റാൻഡേർഡ് ഷീ സ്റ്റഡിങ്, ഇത്രയൊക്കെ എനിക്കറിയാം. പക്ഷേ അതിനപ്പുറത്തോട്ടൊന്നും ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ വ്യക്തിയെപ്പറ്റി അറിയത്തില്ല. അതുപോലെ പക്ഷേ എന്നാൽ വേറെ ചിലരെ നമുക്ക് അല്പം കൂടെ കടന്ന് നമുക്ക് അറിയാമെന്ന് പറയും. അപ്പോൾ അറിയുക എന്നുള്ളൊരു വേർഡ് വളരെ ഡീപ്പായിട്ട് പോകാനായിട്ടും വെരി സൂപ്പർഫിഷ്യലായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു വലിയ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കർത്താവിനെ അറിയാം, ഐ നോ ദ ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഐ നോ ദ ലോഡ്, എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാമെന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ജീവിതത്തിലെ പല രീതികളുമൊക്കെ കാണുമ്പോൾ നമുക്ക് കർത്താവിനെ അറിയാമെന്നൊന്നും തോന്നുന്നില്ല. മനസ്സിലായോ? നമ്മളെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കർത്താവിനെ, ഈ ആളിനെ കാണുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മളിവിടുത്തെ രാജാവിനെ അറിയാമെന്ന് പറയുന്ന ഒരു വ്യക്തി, രാജാവ് നമ്മളെ അറിയാമോ? നമുക്ക് രാജാവിനെ അറിയുന്നത് രണ്ടും രണ്ട് കാര്യമാണ്. ഓക്കെ, നമുക്ക് രാജാവിനെ അറിയായിരിക്കും, പക്ഷേ രാജാവിന് ഒരുപക്ഷെ നമ്മളെ അറിയണമെന്നില്ല. പക്ഷെ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ നമുക്ക് അറിയാം എന്ന് നമ്മൾ പറയുമ്പോൾ ആ നമ്മളുടെ നടപ്പും നമ്മുടെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം, ഹൗ മച്ച് യു നോ ദ ലോഡ്, എത്രമാത്രം നിങ്ങൾക്ക് കർത്താവിനെ അറിയാം അല്ലെങ്കിൽ ദൈവത്തെ അറിയാം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഗോസ്പലിനകത്ത് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് എഴുതിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആവശ്യത്തിൽ കൊള്ളി കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് ഇങ്ങനെ ആ അപ്പോസ്തലന്മാരൊക്കെ നമുക്ക് വേണ്ടി സാമ്പിൾ പോലെ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമല്ലോ. അപ്പം ഒരു വ്യക്തിയുടെ അടുക്കൽ ഇപ്പോൾ ഈ ബൈബിൾ ട്രാൻസ്ലേഷനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഒരാളോട് യേശു ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ന് അദ്ദേഹം മർക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ യേശുവിനെക്കുറിച്ച് എഴുതാനുണ്ട്. ഇതെല്ലാം കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുസ്തകം കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ മാത്രം എഴുതി
അദ്ദേഹം അതിനെ എത്ര അധ്യായമുണ്ട് മർക്കോസിന് സുവിശേഷം? 16 അധ്യായം. ഈ 16 അധ്യായത്തിനകത്ത് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് അദ്ദേഹം എഴുതുന്നതായിട്ട് കാണുന്നു. അപ്പം ഇതിനകത്തൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഇത് അർത്ഥവത്തായി തീരണം. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം ഒന്ന് വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 39. വേഗം വായിച്ചേ, കുറച്ച് വാക്കുകൾ വേഗം വായിച്ചു പോകാം. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 39. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ പിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ, ദൈവം എങ്ങനെയാണ് എന്ന് നമുക്കെന്നറിയാം. നമുക്ക് ദൈവം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ചില വിഗ്രഹങ്ങളെ ഉണ്ടാക്കാം. You could make some, what is that? You could make some idol for it, some shape for it, and all those things you can say this is God എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെങ്കിൽ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു കൊണ്ട് വന്നത്. എന്നിട്ട് പറയുകയാണ്, നമ്മളിപ്പോൾ 4-ാം അധ്യായത്തിൽ ഇപ്പോൾ ഈ വാക്യം വായിച്ചല്ലോ. ഈ വാക്യം വായിച്ചപ്പോൾ അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുകയാണ്. അപ്പം കർത്താവ് യേശു ക്രിസ്തു അവിടെ സ്റ്റെപ്പിൻ ചെയ്തിട്ട് പറയുന്നൊരു വേർഡാണ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കാറ്റിനെ ശാസിച്ചു. അപ്പം കാറ്റിനെ കർത്താവ് പറഞ്ഞാൽ കാറ്റ് അനുസരിക്കും. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു അങ്ങനെയാണോ? നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു അങ്ങനെയാണോ? കാറ്റിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ മഴയോട് ആ യേശു പറഞ്ഞാൽ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അടുത്ത അധ്യായം വായിച്ചേ. മാർക്ക് ചാപ്റ്റർ 5. മർക്കോസിന് 5-ാം അധ്യായത്തിൻ്റെ 2-4 വരെയുള്ള വാക്യങ്ങൾ, 2-4. ആർക്കും അടക്കുവാൻ കഴിയാതെ പിശാചു ബാധിച്ചവനായ ഒരു വ്യക്തി, ആർക്കും അടക്കുവാൻ, ചങ്ങലകൾക്ക് പോലും ഒന്ന് ഒതുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ക്യാൻ ഗോഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്? ഈ യേശുവിന് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുമോ? നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, കർത്താവേ ദൈവത്തിന് പോലും ഒന്നും കഴിയില്ലല്ലോ എന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സംസാരിക്കുകയും നമ്മുടെ നടപ്പും ഇരിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാമോ ഇല്ലയോ എന്ന്. അപ്പം യേശുവിനെ കണ്ട ആ വ്യക്തി കർത്താവ് യേശു ക്രിസ്തു എന്താണ് ഇവിടെ ചെയ്തതെന്നറിയാം. കർത്താവ് യേശു ക്രിസ്തു അദ്ദേഹത്തിനെ സഹായിച്ചതായിട്ട് നമുക്ക് 15-ാമത്തെ വാക്യത്തിൽ നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം. 15 verse 5. യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. അപ്പം എന്ത് ചേഞ്ചാണത്? വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും. അപ്പം നമ്മുടെ ഈ വസ്ത്രം ധരിക്കാതിരിക്കുന്നതൊക്കെ എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കണമേ. അപ്പോൾ സുബോധം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ഈ വസ്ത്രമൊന്നും ഇല്ലാതെ നമുക്ക് നടക്കുന്നത്. സുബോധമുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ എന്താ പറഞ്ഞത്, നമ്മുടെ നടപ്പുമൊക്കെ, നമ്മുടെ ദ വേ ഇൻ വിച്ച് യു നോ ദ ലോർഡ് ഓർ നോട്ട്, ഇറ്റ്സ് വെരി മച്ച് ക്ലിയർ. എന്താണെന്ന് അറിയാമോ? ഇവിടെ സുബോധം പൂണ്ട ഈ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞാൽ ഏത് പിശാചും പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാകും. സോ ദാറ്റ് മീൻസ് ദ ജീസസ് ക്രൈസ്റ്റ് ഹാവ് അതോറിറ്റി ഓവർ എവറി ഡീമൺ പവർ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ആ യേശുവിനെയാണോ നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത്? ആ യേശു ആണോ നിങ്ങളുടെ യേശു? അപ്പം ഈ യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചലിക് പവേഴ്സ്, സകല ഏഞ്ചൽസും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ആണ് എന്ന് ദൈവവചനത്തിൽ ഓർമ്മിക്കുന്നത്. പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ 5-ാമത്തെ 27-ാമത്തെ വാക്യം, വേഴ്സ് 27, 5-27, കർത്താവ് യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അപ്പം ഈ ഒരു സഹോദരി, രക്തസ്രാവക്കാരത്തിയ സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, അങ്ങനെ ആ സഹോദരിക്ക് സൗഖ്യമായി. അപ്പോൾ യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് സൗഖ്യം വരുമെന്ന് ആ സഹോദരി വിശ്വസിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ എന്നാൽ നമ്മൾ കാണുന്ന വേറൊരു വ്യക്തിയുണ്ട്. 2-ന്റെ 4-ാമത്തെ വാക്യം, പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു, പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. അപ്പം കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്ന് ഇവരെന്ത് ചെയ്യുകയാണ്? കുറച്ച് ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ട് ഈ പക്ഷവാതക്കാരനെ ഇവിടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായോ? അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കർത്താവ് അവനോട് സൗഖ്യമാക്കാനായിട്ട് അവനോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞേ? പാപങ്ങളെ
വായിച്ചാട്ടെ, വാക്യമുണ്ടെന്ന് വായിച്ചാട്ടെ. വേഴ്സ് 9. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യമാണ് മനസ്സിലാക്കാം. എല്ലാ രോഗത്തിനും മൂലകാരണം പാപമല്ല, പക്ഷെങ്കിൽ ചില രോഗത്തിന് മൂലകാരണം എന്താണ്? പാപമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. അപ്പം അവിടെ മർക്കോസ് സുവിശേഷത്തിൻ്റെ ഭാഗം അവിടെ എഴുതിയപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോഴാണ് നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വന്ന രോഗസൗഖ്യമുണ്ടാകും. അപ്പോൾ പാപത്തിൻ്റെ വിഷയങ്ങളുണ്ടെങ്കിൽ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുവാൻ അധികാരമുള്ളവനായ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വായിക്കുന്നു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന വേറൊരു സിറ്റുവേഷൻ കാണണം. 5:41. കുട്ടിയുടെ കൈക്ക് പിടിച്ച് ബാല എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത്ത കൂമി എന്ന് അവളോട് പറഞ്ഞു. അപ്പം ബാല മരിച്ചതായിരുന്ന കുട്ടിയെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞു. മനസ്സിലായോ? മരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ ജീവനിലേക്ക് കൊണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലെ മനസ്സിലാണ്. മരണകരമായ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ യേശു അതിൻ്റെ മേളിലും വാഴുന്നവനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ? പ്രൈസ് ഗോഡ്. നമ്മളെപ്പോഴും ഭയന്നും വിറച്ചും അങ്ങനെ ഇരിക്കാനായിട്ടല്ലല്ലോ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന മരണത്തിൻ്റെ മേലും അധികാരമുള്ള ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നിൽക്കുന്നത്. എന്നാൽ മർക്കോസ് 8:15 ഒന്ന് വായിച്ചേ. 8:15. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹേരോദാവിൻ്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കേൾപ്പിച്ചു. അപ്പം ഇങ്ങനത്തെ 2 പുളിച്ചമാവിനെ കുറിച്ച് പറഞ്ഞു. ഒന്നെന്താണ്? പരീശന്മാരുടെ പുളിച്ചമാവ്. കർത്താവായ യേശു ക്രിസ്തു വളരെ സ്നേഹമുള്ളതൊക്കെ ആണെങ്കിലും ഈ കപട ഭക്തി ഒട്ടും ടോളറേറ്റ് ചെയ്യത്തില്ല. ഭക്തിയുടെ വേഷം. ഇവിടെ വരുമ്പോൾ ഒന്ന്, വീട്ടിൽ വേറൊന്ന്, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒന്ന്, ഓഫീസിൽ വേറൊന്ന്. ആ ഒരു നിലയിലുള്ള ഒരു ജീവിതം ദൈവം ടോളറേറ്റ് ചെയ്യത്തില്ല. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു, പക്ഷെ ചെയ്യുന്നതൊന്നും കറക്റ്റായിരുന്നില്ല. മനസ്സിലായോ? അവർ പറയുന്നതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ചെയ്യുന്നതൊന്നും കറക്റ്റായിരുന്നില്ല. അപ്പം അത് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു, ഇത് പുളിച്ച മാവാണ്, ഇങ്ങനെയല്ല നമ്മളായിരിക്കേണ്ടത്. അത് ഒരു കാര്യം. അതിനെയൊക്കെ കർത്താവ് നിഷിദ്ധമായി ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. വളരെ കർക്കശമായി അതിനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. വേറൊരു പുളിച്ചമാവിനെ കുറിച്ച് പറഞ്ഞു. എന്താണത്? ഹെരോദാവിൻ്റെ പുളിച്ചുമാവെന്ന് പറഞ്ഞു. അതെന്താണ് ആ പുളിച്ചുമാവ്? ആ പുളിച്ചുമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെരോദാവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പവേഴ്സാണ്. മനസ്സിലായോ? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പവറും പ്ലഷറുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് യോഹന്നാനെ കൊല്ലുവാനായിട്ട് മടിയില്ലായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ പ്രീണിപ്പെടുത്താനായിട്ട് യോഹന്നാൻ്റെ തല കൊടുക്കാനായിട്ടും ഒരു മടിയില്ലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു പുളിച്ചുമാവ് എന്ന് പറഞ്ഞാൽ യു വാണ്ട് പവേഴ്സ് ആൻഡ് പ്ലഷേഴ്സ്, അതും സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നത് ആരോടാണ്? സാധാരണപ്പെട്ട് തന്നെ നമ്മളോട് പറയുകയാണ്. ഇതൊക്കെ എല്ലാം ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും കർത്താവ് വളരെ ക്ലിയറായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ പരിചയപ്പെട്ട ആ യേശുവിനോട് തന്നെ കാര്യം പറയുന്നത്. ഈ യേശു ഒരേ യേശുവാണ്. ആ യേശുവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 10-ാം അധ്യായത്തിന് 42-ാമത്തെ വാക്യം. 10:42. യേശു അവരെ അടുക്കെ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു. ഈ സഹോദരന്മാർ തമ്മിലുള്ള വഴക്കൊക്കെ കാണുമ്പോഴേ കർത്താവിൻ്റെ ഈ വാക്യങ്ങളൊക്കെ എന്തായിരുന്നു? ഇതെന്ത് പറഞ്ഞു? ഇത് എവിടെ കാണേണ്ട കാര്യങ്ങളാണ്? ജാതികളുടെ മധ്യയിൽ കാണേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ മധ്യയിൽ ഇതൊന്നും കാണേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടിട്ടും അടുത്ത വായിച്ചാട്ടെ. അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കപ്പെടുവാനായിട്ടല്ല, ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് കർത്താവ് എന്ന് പറഞ്ഞു. സോ ഈ ഹാഡ് എ ഡിഫറെൻറ്റ് ഫ്ലേവർ ഓൾ ടുഗെദർ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഈ യേശു കൊണ്ട് പോകുമ്പം വെൻ ദർ ഇസ് എ കോമ്പറ്റീഷൻ,
whether it could be in the church, or it could be in our family, when it could be anywhere, you always remember that this is not the same Jesus as Bible is talking about. ദൈവവചനം പറയുന്ന യേശു അതല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിരിക്കണം. ലെറ്റ് us read one more verse. ഒരു കാര്യത്തോടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം, 15:34. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ പിതാവിനാൽ പോലും സഹതാപം അനുഭവിക്കാതെ മരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ബാക്കി എല്ലാ കാര്യത്തിനും ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ പീഡ അനുഭവിക്കേണ്ടി വന്നില്ലെങ്കിൽ പോലും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണം വഹിച്ചേ പറ്റുള്ളായിരുന്നു. അതാർക്കു വേണ്ടിയായിരുന്നു? കർത്താവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അങ്ങനെ നമ്മളെ സഹായിക്കാനായി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവൻ നൽകി നമ്മളെ വിടുവിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 16-ാം അധ്യായം ചാപ്റ്റർ 16 വേഴ്സ് 9. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അപ്പം കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കല്ലറ വിട്ട് പുറത്തു വരുന്നതായിട്ട് കണ്ടു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ഞാനൊരു ചില ഭാഗങ്ങൾ പൊക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഇതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ടെന്നറിയോ? ഈ യേശുവിൻ്റെ വിവിധ ഫേസസ് ആണ്. ഓരോ തലങ്ങളിൽ കർത്താവ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഇത് സാമ്പിൾ പോലെ എഴുതിയേക്കാം. നമ്മളുടെ ജീവിതത്തിൽ ഇതിന് സിമിലറായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കാണും. ആ സാഹചര്യങ്ങളിൽ നമുക്കും പറയേണ്ട കാര്യങ്ങളാണ്, എൻ്റെ യേശു ഇതുപോലായിരുന്നു. നിങ്ങൾ യേശുവിനെ അറിയാമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കണം യേശുവിൻ്റെ പ്രവർത്തനം. അപ്പം ഇതെല്ലാം എഴുതിയേച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, വേഴ്സ് 15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മനസ്സിലായോ? ഇപ്പം ഈ സുവിശേഷത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഇതെല്ലാം സുവിശേഷത്തിനകത്തുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം സുവിശേഷത്തിനകത്തുണ്ട്. നമ്മളുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മൊത്തമായി ഈ സുവിശേഷത്തിനകത്ത് ഉൾപ്പെട്ടു, നമ്മുടെ മുഴുവനായിട്ടുള്ള. അപ്പം നമുക്ക് ഈ കർത്താവിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും, നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്? തലയിൽ അറിഞ്ഞിട്ടുണ്ടെന്നായിരിക്കും നല്ല കാര്യം. പല കാര്യങ്ങളും അറിയാം. യേശുവിന് അങ്ങനെ ചെയ്യാൻ കഴിയും, യേശു ഇങ്ങനെ ചെയ്തിരുന്നു, മർക്കോസിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. ബട്ട് ഇൻ റിയാലിറ്റി, ഹൗ ഇസ് ഇറ്റ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്? Can you say, Lord, I really know you? എനിക്ക് നിന്നെ അറിയാം. എൻ്റെ യേശു കാറ്റിനെയും കോളിനെയും നിർത്തിയതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ കാറ്റിൻ്റെയും കോളിൻ്റെയും മധ്യത്തിൽ കർത്താവ് കടന്നു വരും പറയാൻ കഴിയുന്നുണ്ടോ? കർത്താവെ, എനിക്ക് ഒരു രോഗമുണ്ട്, അത് പാപസംഭവമായ ഒരു രോഗമാണ്, എന്നാൽ കർത്താവ് എനിക്ക് സൗഖ്യം തന്ന് എൻ്റെ പാപത്തെ ക്ഷമിച്ച് എനിക്ക് സൗഖ്യം തരും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിലെ ഓരോ സാരം ദൈവം, നമ്മൾ കേട്ടതുപോലെ ദൈവം നീതിമാനാണ്. അപ്പം ഈ ഗോസ്പലിനകത്തായിട്ട് ഇത് കൊടുത്തിട്ട് പറയാണ്, now you believe this and you get baptized into it. That means ഇത് കേട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമെന്ന് എന്ന് പറഞ്ഞാൽ you commit into this life. ഈ ജീവന് വേണ്ടി നിങ്ങൾ കമ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഈ നിലയിൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇത് സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ വിവിധ തലത്തിൽ നമ്മൾ യേശുവിനെ തൊടണം. അത് നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അറിയുക എന്ന് പറയുന്നതിനകത്ത് നമുക്കതൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക്. എന്നാൽ ഞാൻ വായിച്ച വാക്യവും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ? അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സ് 4 എന്തെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു കാര്യം നമ്മൾ കേട്ടു. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി നമുക്ക് പാപപരിഹാര യാഗമായി. ഇപ്പം യേശു എന്താ ചെയ്യായിരിക്കും? പിതാവിൻ്റെ അടുക്കെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. നമുക്കൊന്ന് വാക്യം വായിക്കാം. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. റോമൻ ചാപ്റ്റർ 8 വേഴ്സ് 34 വായിച്ചാട്ടെ. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പം പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് കർത്താവായ യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. അപ്പം
നമ്മൾ മനസ്സിലാക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാലോ? 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്കു പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലെ വേർഡ് അഡ്വക്കേറ്റ് എന്ന്. അഡ്വക്കേറ്റ് എന്നാണ്. അഡ്വക്കേറ്റിൻ്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് അഡ്വക്കേറ്റിൻ്റെ ജോലി? നമ്മുടെ ഈ ഓരോ കേസുകൾ വരുമ്പോഴും അഡ്വക്കേറ്റ് പോവുകയാണ്. ഈ ഇൻ്റർസീഡ് ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇൻ്റർസീഡ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. ഇൻ്റർസിഷൻ ഇറ്റ് ഡോണ്ട് സീം ടു ബി ലൈക്ക് ദാറ്റ് ഈസി. പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ മകൻ ഇന്ന പോലൊരു കാര്യം ചെയ്തു, ക്ഷമിച്ചു കൊടുക്കണം. എന്താണ് അറ്റ് ദ കോസ്റ്റ് പേ ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എഴുതിക്കോ എന്ന് കർത്താവ് പറയുമ്പോൾ അതൊരു ഈസി കാര്യമല്ല കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, അതൊരു ഈസി കാര്യമല്ല. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഇവിടെ നിന്ന് പോയി ഒരിക്കലായിട്ട് യാഗമായി പോയി കർത്താവിൻ്റെ പണി കഴിഞ്ഞു. കർത്താവിടെ ചെന്ന് ഇനിയിപ്പോൾ റിലാക്സ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ നമ്മളങ്ങ് ചെല്ലുമ്പോൾ ഇനി നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് കർത്താവ് ചെല്ലുക എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. കർത്താവായ യേശു ക്രിസ്തു വളരെ പല കാര്യങ്ങളിലും ദുഃഖത്തോടെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറയും. അതെങ്ങനെ സൗന് മനസ്സിലായി? നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനോട് അപ്പോസ്തലനാകുന്നതിന് മുമ്പ് പറയുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അടുത്ത വാക്യം, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. യേശുവിനെ പൗലോസ് ഉപദ്രവിച്ചായിരുന്നോ? യേശുവിനെ ഉപദ്രവിച്ചോ? ഇല്ല. യേശുവിനെ ഒന്നും പൗലോസ് ഉപദ്രവിച്ചായിട്ട് രേഖയിലേക്കും ഇല്ല. പക്ഷെ ആരെ ഉപദ്രവിച്ചു? സഭയെ ഉപദ്രവിച്ചു. തൻ്റെ വിശ്വാസികളെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ചു. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ കൂടെ നിന്നു. പൗലോസിൻ്റെ ആ അധികാരത്തിലായിരുന്നു അത് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ചെയ്തത് സ്റ്റെഫാനോസിനോടല്ലേ? യേശുവിനെ എങ്ങനെയാണ് ചെയ്തത്? യേശുവിനെ എന്തെങ്കിലും ചെയ്തോ? യേശു പറയുന്നു, യേശു ഇവിടെ ഇല്ലല്ലോ. ഇല്ല, പിന്നെങ്ങനെയാ? അതെ, യേശു സ്വർഗത്തിലാണെങ്കിലും. ഇതാണ് ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഈ കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം അറിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Now today the Lord is telling that whenever you are getting hurt, നിങ്ങൾ എപ്പോഴൊക്കെ ഈ നിലയിൽ ഹേർട്ടാക്കപ്പെടുമ്പോഴും ആർക്കാണ് വേദനിക്കുന്നത്? യേശു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഇനി ഒന്നുകൂടെ പറയാം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 25, മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 44 and 45, 44-45. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നോ ലോർഡ് വി നെവർ സോ യു, ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടേ ഇല്ല. അപ്പം ഈ ഒരു ചെറിയ ഒരാൾക്ക് ചെയ്യാഞ്ഞത് ആർക്ക് ചെയ്യാഞ്ഞ? എനിക്ക്. അതിൻ്റെ തൊട്ട് മേളിൽ വേഴ്സ് 35, 35-ാമത്തെ വാക്യം, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് ഭക്ഷിക്കുവാൻ തരുകയോ ദാഹിച്ചു കണ്ടിട്ട് കുടിക്കുവാൻ തരുകയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. അപ്പം നമ്മൾ ചെയ്യാതിരുന്നതും ചെയ്തതും ഒക്കെ ആർക്കായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കണ്ടേ? ആർക്കായിരുന്നു? യേശുവിനെ ആയിരുന്നു. യേശുവിനോടായിരുന്നു. നിങ്ങൾ കൊടുത്തെങ്കിൽ അത് ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് ആർക്ക് കൊടുത്തില്ല? യേശുവിനോട്. നിങ്ങൾ ഉപദ്രവിച്ചെങ്കിൽ അത് ആരെ ഉപദ്രവിച്ചു? യേശുവിനെ ഉപദ്രവിച്ചു. പ്രിയ സഹോദരാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.
നിങ്ങളിന്ന് വിഷമിപ്പിച്ചെങ്കിൽ നിങ്ങൾ ആരെ വിഷമിപ്പിച്ചു? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നിങ്ങളിന്ന് വിഷമിപ്പിച്ചെങ്കിൽ നിങ്ങൾ ആരെ വിഷമിപ്പിച്ചു? യേശുവിനെ വിഷമിപ്പിച്ചു. അപ്പോഴും കർത്താവെ ക്ഷമിക്കണേ, തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ആ യേശു പിതാവിൻ്റെ അടുക്ക പോയി നമുക്ക് വേണ്ടി വാദിക്കുകയും പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആ യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? അതാണ് പൗലോസ് ഓരോ കാര്യങ്ങളും ഈ സഹോദരങ്ങളെ ചെയ്യുമ്പോഴും യേശു പറയാ, ഇത് അവരെ അല്ല, ഇത് എന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. യു ആർ പെർസിക്യൂട്ടിങ് മീ. ഹു ആർ യു ലോർഡ് എന്ന് ചോദിച്ചപ്പോൾ നീ പെർസിക്യൂട്ട് ചെയ്യുന്ന യേശു ആവുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കി, ഇന്ന് അദ്ദേഹം ദുഃഖിപ്പിക്കുന്നെങ്കിൽ ഞാൻ വേറെ ആരെയല്ല, ഞാൻ എൻ്റെ യേശുവിനെ ദുഃഖിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിച്ചേ. 1 Corinthians chapter 10 verse 31, 31-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. അതിപ്പോൾ നമുക്ക് വേണ്ട ചോദിക്കാം, അതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ യേശുവിന് വേദനിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സൗരങ്ങൾ, നിങ്ങൾ യേശുവിനെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്? ഹാവ് യു നോൺ ജീസസ് ദാറ്റ് മച്ച്? യേശുവിനെ അത്രമാത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ യേശുവിന് നോവുമ്പോൾ അത് നിങ്ങളുടെയും കൂടെ നോവായി തീരും. ഹല്ലേലൂയ. അപ്പം കർത്താവായ അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞു, യേശു നിങ്ങളെ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം നമ്മൾ മനസ്സിലാക്കും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഐ നോ ലോർഡ് മോർ ദാൻ ദാറ്റ്. ഈ ഉയർത്തെഴുന്നേറ്റ് പോയ കർത്താവായ യേശു ക്രിസ്തു 16 കൊണ്ട് തീരെയല്ല, 16 വരെ നമ്മൾ ഉയർച്ച വരെ നമ്മൾ കണ്ടുള്ളൂ അല്ലേ. 16-ാം അധ്യായത്തിൽ അവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി നിങ്ങൾ ഈ സുവിശേഷം എന്ന് പറയും. എന്നാൽ പൗലോസ് പിന്നെ എഴുതുകയാണ്, ഞാൻ കണ്ട ഒരു യേശു ഉണ്ട്. ആ യേശു ഉയർത്തെഴുന്നേറ്റ് ഇവിടെ നിന്ന് പോയപ്പോഴും ഞാൻ ഉപദ്രവിച്ചത് അവനെ ആയിരുന്നു എന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു യേശു ഉണ്ട്. എന്നിട്ട് പൗലോസ് പിന്നെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം, വേഴ്സ് 24. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. അതെന്താ? കർത്താവായ യേശു ക്രിസ്തു സകലതും തീർത്തില്ലേ? പൗലോസിന് ഇനി എന്താ ചെയ്യാൻ കഴിയുക? ആ യാഗം പൂർണ്ണമായിരുന്നില്ലേ? പിന്നെന്താ പൗലോസ് പറയുന്നത്? ഇനിയിപ്പോൾ എന്താ പൂരിപ്പിക്കാൻ കിടക്കുന്നേ? ബാക്കിയിടുന്നെന്താ? സുവിശേഷം മാത്രമല്ല പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ മുമ്പിൽ കർത്താവ് നിഷ്കളങ്കമായി നിർത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ഭാരപ്പെടുന്നു. പൗലോസ്, നീ എന്തിനാ ഭാരപ്പെടുന്നേ? ക്രിസ്തു ഭാരപ്പെടുന്നു, അതുകൊണ്ട് ഞാനും ഭാരപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു. ഐ റിജോയ്സസ് ഇൻ മൈ സഫറിങ്സ് ഫോർ യു ആൻഡ് ഫിൽ അപ്പ് ഇൻ മൈ ഫ്ലഷ് ദാറ്റ് വിച്ച് ഈസ് ലാക്കിംഗ്. ബാക്കിയുള്ളത് ഞാൻ പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതും യേശുവിനെ അറിയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ്, അപ്പോൾ ഫീസ് കിട്ടി, അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാം അപ്പന് അല്ലെ അമ്മ ഇത് വേണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് കിട്ടി. പക്ഷേ പ്രായമായി കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ തിരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുന്നില്ലേ? നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മയും ഒക്കെ നോക്കാനായിട്ട് നമ്മൾ മനസ്സ് വെക്കുന്നു അല്ലേ? അതുപോലെ പൗലോസ് പറയാ, കർത്താവായ യേശു ക്രിസ്തുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പൂരിപ്പിച്ചു. ആ യാഗത്തോടെ എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെങ്കിൽ നിൻ്റെ വേദനകളിൽ ചിലതൊക്കെ പങ്കാളികളാകുവാൻ, ഹല്ലേലൂയ, നിൻ്റെ വേദനയിൽ ചിലത് പങ്കാളികളാകുവാൻ ഞാനും മനസ്സ് വെക്കുന്നു. അതും യേശുവിനെ അറിയുക. ഏത് നിലയിൽ നമുക്ക് യേശുവിനെ അറിയാമെന്ന് പറയുന്നു?
പൗലോസ് പറയുന്നത്, ഐ നോ ദ ലോർഡ്, ദാറ്റ്സ് ഇനഫ്, ഗോഡ് ഹസ് ബ്ലെസ്ഡ് മീ, ദാറ്റ്സ് ഇനഫ് എന്ന് പറയുന്നതും അറിവാണ്. പക്ഷേ ഇതും അറിവാണ്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നമ്മുടെ ഓരോ സഹോദരങ്ങൾക്കും നമ്മളിപ്പോൾ ഒത്തിരി കർത്താവിൻ്റെ വേലയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഹൗ ഡസ് ഇറ്റ് കൺസേൺ അസ്, അല്ലേ? അത് എവിടെയോ ഉള്ള കുറച്ച് ട്രൈബ്സ് അങ്ങനെ അങ്ങോട്ട് പോട്ടെ, എൻ്റെ ജോലിയുടെ കാര്യവും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നടക്കുന്നുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഇല്ലെങ്കിൽ വാട്ട് കൺസേൺ ലോർഡ്, നമ്മൾ ആ വാക്യം വായിച്ചല്ലോ, സങ്കീർത്തനം 25:8, അവൻ നീതിമാനാണ്. ഹല്ലേലൂയ. അവൻ നീതിമാനായതുകൊണ്ട് അവൻ എല്ലാവരോടും പറയും, കുഞ്ഞെ, ഇങ്ങനൊരു വഴിയുണ്ട്, ഇങ്ങനൊരു സുവിശേഷമുണ്ട്, ഇങ്ങനൊരു യേശുവുണ്ട്, ഇങ്ങനൊരു ദൈവമുണ്ട്. ആ യേശുവിനെ അറിയാമെങ്കിൽ നമ്മുടെ സംസാരം വ്യത്യാസമായിരിക്കും. ആ യേശുവിനെ അറിയാമെങ്കിൽ നമ്മുടെ കൺസേൺസ് വ്യത്യാസമായിരിക്കും. നമ്മുടെ യേശുവിനെ എത്രമാത്രം നമുക്കറിയാം. ഐ നോ വി ഓൾ നീഡ് ടു ഗ്രോ, ഐ നീഡ് ടു ഗ്രോ, വി ഓൾ നീഡ് ടു ഗ്രോ. ദൈവത്തിൽ നമുക്ക് മനസ്സ് വെക്കാം, കർത്താവെ, ആ നിലയിൽ കർത്താവിനെ അറിയുവാൻ. ആൻഡ് വെൻ ഇറ്റ് മീൻസ്, ഞാൻ അറിയുമ്പോൾ, ഒടുവിലൊക്കെ യോഹന്നാൻ പത്രോസിനോടൊക്കെ പറഞ്ഞു, ഒടുവിലത്തേക്ക് നീ സ്വന്തമായി കൈനീട്ടി, അല്ലേ? സ്വന്തമായി. നിനക്കറിയാം, ഒരു സമയം വരും ദാറ്റ് യു വിൽ ഗോ ടു എ പ്ലേസ് വൈ യു ആർ നോട്ട് ഈവൻ വില്ലിങ് ടു ഗോ, ബട്ട് അതേഴ്സ് വിൽ ലീഡ് യു. അതിന് വരെ പത്രോസിന് സന്തോഷമേ ഉള്ളായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിൽ മനസ്സ് വെക്കാം, കർത്താവിനെ അറിയുവാൻ. കർത്താവ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വളരുവാൻ ഇടയാക്കി. ആൻഡ് ദിസ് ഇസ് ഓൾസോ നോയിങ് ദ ലോർഡ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.